വണ്ടി ടൊയോട്ട ഫോർച്യൂണറാണ്. ഇതിന് കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷർ പമ്പ് കംപ്ലൈൻ്റ് ആണ്. എന്താ വെച്ചാൽ സ്റ്റാർട്ടിങ് ഡിലേ ആണ് വരുന്നത് ഇതിനകത്ത്. വണ്ടി ഒരു 2 ചുറ്റിലൊക്കെ സ്റ്റാർട്ടാകേണ്ടത് ഏകദേശം ഒരു 6 ചുറ്റ് 7 ചുറ്റ് ക്രാങ്ക് ചെയ്തിട്ടാണ് സ്റ്റാർട്ടാവുന്നത്. ഫസ്റ്റ് കോൾഡ് സ്റ്റാർട്ടിങ് കറക്റ്റാണ്. ഹീറ്റ് ആയാലാണ് ഈ കംപ്ലൈൻറ്റ് കിട്ടുന്നത്. കൂടുതലായിട്ടും അതിൻ്റെ പമ്പിൻ്റെ ബാക്കിൽ വരുന്ന ഒരു പ്രഷർ സ്വിച്ച് ഉണ്ട്, അതാണ് കംപ്ലൈൻറ്റ് വരാറ് ഇതിനകത്ത്. പക്ഷേ ആ പ്രഷർ സ്വിച്ചിന് ബോൾട്ട് അഴിക്കാൻ കിട്ടുന്നില്ല, സ്ലിപ്പ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൈ പ്രഷർ പമ്പ് കംപ്ലീറ്റ് അഴിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ടൈമിങ്ങും അഴിക്കേണ്ടതായിട്ട് വരും. എന്താ വെച്ചാൽ നമ്മൾ ബോൾട്ട് കയറ്റുമ്പോൾ അത് ഇത്തിരി പാടാണ്. ഇല്ലാതെ നമുക്ക് അഴിക്കാൻ പറ്റും, ഇത് ചുമ്മാ ഒന്ന് ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അഴിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അത് തിരിച്ച് കയറ്റുമ്പോൾ ഇത്തിരി പ്രയാസമായിട്ട് വരും. അപ്പോൾ നമുക്ക് ടൈമിംഗ് ബെൽറ്റ് കംപ്ലീറ്റും അഴിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു മാർക്ക് വരും, ഇതുണ്ടൊരു ആരോ പോലൊരു മാർക്ക് വരും. ആ മാർക്കും ഇതിലൊരു കട്ടിങ് ഉണ്ടാവും. അത് ഞാൻ വൈറ്റ്നർ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതും സെയിം ആയിരിക്കണം. അതിന് ബെൽറ്റിൽ പുതിയ ബെൽറ്റാണ്, അപ്പോൾ അതുകൊണ്ട് ബെൽറ്റിലൊരു യെല്ലോ മാർക്ക് ഉണ്ട്. അത് രണ്ടും സെയിം ആയാൽ മതി. പിന്നുള്ള മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിലാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഹൈ പ്രഷർ പമ്പിലൊരു കട്ടിങ് കാണുന്നുണ്ടോ? ആ കട്ടിങ്ങും അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ആരോ പോലെ ഒരു സംഭവമുണ്ട്, കാണുന്നില്ലേ? ഒരു പിങ്ക് കളറിലുള്ള മാർക്ക്, ഒരു ആരോ. അത് രണ്ടും സെയിമാണ്. അതാണ് പമ്പിൻ്റെ ടൈമിങ് വരുന്നത്, ഹൈ പ്രഷർ പമ്പിൻ്റെ ടൈമിങ്. ആ ടൈമിങ് കറക്റ്റ് വെക്കണം. ആ ടൈമിങ് കറക്റ്റ് വെച്ചാൽ തന്നെ നമുക്ക് ക്രാങ്കിലേക്ക് ടൈമിങ് കറക്റ്റുള്ളൂ. ഇത് നമ്മൾ ഹൈ പ്രഷറിന് ടൈമിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ മാർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് ഉള്ളിലൊരു വീലുണ്ട്, ക്രാങ്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വീലുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആയാൽ തന്നെ ക്രാങ്കിൻ്റെ ടൈമിങ് കറക്റ്റ് ആവുള്ളൂ. അത് ശരിക്കും പമ്പിൻ്റെ ടൈമിംഗ് ആയിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്, ക്രാങ്കിൻ്റെ ടൈമിംഗ് ആണ്. അപ്പോൾ ക്രാങ്കിലൊരു ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്, ഇതുണ്ടോ, ഒരു ആരോയും ചെറിയൊരു കട്ടിങ്ങും. അത് നോക്കാൻ ഇത്തിരി പ്രയാസം ആയതുകൊണ്ടാണ് നമുക്ക് ഇതിൽ തന്നെ നോക്കിയാൽ മതി. ആ ചെറിയൊരു ആരോയും ഒരു കട്ടിങ് കാണുന്നുണ്ട്, അതാണ് ക്രാങ്കിൻ്റെ ടൈമിംഗ്. അപ്പോൾ ഈ ഒരു മാർക്ക്, ഈ പമ്പിലെ ഈ മാർക്ക് കറക്റ്റായി ഓട്ടോമാറ്റിക്കലി ക്രാങ്കിൻ്റെ മാർക്ക് കറക്റ്റ് ആവും. എന്ന് വെച്ചാൽ നമ്മൾ ഈ പമ്പിൻ്റെ ആ സെൻറ്ററിൽ വരുന്ന 19 വോൾട്ട് തിരിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്രാങ്ക് തിരിയും. അതുപോലെ ക്രാങ്ക് തിരിച്ചാൽ പമ്പും തിരിയും. എന്ന് വെച്ചാൽ ഉള്ളിൽ വീലാണ് കണക്റ്റഡ്. അപ്പോൾ നമുക്ക് ക്രാങ്കിൻ്റെ ടൈമിംഗ് ഇത്, പമ്പിൻ്റെ ആ പിങ്ക് കളറ്, പിന്നെ ക്യാമലിൽ വരുന്നത് ഈ ടൈമിംഗ്. ഈ ടൈം മൂന്നും കറക്റ്റ് ചെയ്താൽ നമുക്ക് ബെൽറ്റ് അഴിക്കാനാണ്. ബെൽറ്റ് അഴിക്കുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ സെൻറ്റർ ബോൾട്ട് ലൂസാക്കാനുണ്ട്. ബെൽറ്റ് അഴിക്കാനായിട്ട് ഇതിൽ ടെൻഷനറിൽ 2 10-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. എന്താ ഈ 2 10 താഴ്ത്തിയും മുകളിലും 10 അഴിച്ച് കഴിഞ്ഞാൽ ടെൻഷനർ പുറത്ത് വരും. ടെൻഷനർ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ടെൻഷൻ ചെയ്യണമെങ്കിൽ ഒന്ന് വൈസിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ഈ ഹോളിൽ ലോക്കിലൊരു ലോക്ക് ഉണ്ട്, അതിനകത്തൊരു പിന്നിട്ട് കൊടുത്താൽ മതി. ഇട്ടിട്ട് വേണം കയറ്റാനായിട്ട്, എന്നാലേ കറക്റ്റായിട്ട് കയറുള്ളൂ. അത്രേ ഉള്ളൂ ബെൽറ്റ് അഴിക്കുന്നത്. അത് ലൂസ് ചെയ്താൽ തന്നെ ബെൽറ്റ് പുറത്ത് വരും. നമുക്ക് പമ്പ് എന്തായാലും ഒന്ന് അഴിച്ച് നോക്കാം. അത് നമുക്ക് പമ്പിൻ്റെ ബോൾട്ട് അഴിക്കാനായിട്ട് ക്രാങ്കിലൊരു 22-ൻ്റെ റിങ് ഇട്ട് നമ്മൾ പിടിക്കണം. ആ റിങ് പിടിച്ചതിന് ശേഷം ഇതിലിപ്പോൾ ഞാൻ ലൂസാക്കിയതാണ്. ടീറാഡും ഒരു പൈപ്പ് എടുത്തിട്ട് നമുക്ക് ലൂസാക്കാം. ഞാനിപ്പോൾ ലൂസാക്കി വെച്ചതാണത്. വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. ഇതൊന്ന് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ടൈമിംഗ് ഒന്നായി തിരിയും. അപ്പോൾ മൊത്തം തിരിയും, പെട്ടെന്ന് ലൂസാവില്ല. അപ്പോൾ ഒന്ന് ക്രാങ്കിലൊന്ന് പിടിച്ചതിന് ശേഷം ഇതൊന്ന് ലൂസാക്കിയാൽ മതി. അപ്പോൾ കംപ്ലീറ്റും ലൂസായി വരും. അത്ര ഉള്ളത് ലൂസാക്കാനായിട്ട്, പമ്പിൻ്റെ സെൻട്രൽ ബോൾട്ട് ലൂസാക്കാനായിട്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഇനി അതിന് ശേഷം നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പമ്പ് അഴിച്ചെടുക്കാൻ കുഴപ്പമില്ല. ടൈമിംഗ് അങ്ങനെ വെച്ചിട്ട് നമുക്ക് പമ്പ് അഴിച്ചെടുക്കാം. ബാക്കിൽ 2 12-ൻ്റെ ബോൾട്ട് വരുന്നുള്ളൂ. ആ ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ ആ പൈപ്പിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പൈപ്പിൻ്റെ കണക്ഷൻ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ആ കണക്ഷൻ അഴിച്ചു വിട്ടുന്ന ഒറ്റ പൈപ്പേ വരുള്ളൂ റെയിലിലേക്ക്. ആ കണക്ഷൻ അഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പമ്പ് വെളിയിലെടുക്കാൻ പറ്റും. അപ്പോൾ എന്നാലും നമുക്ക് പമ്പ് വെളിയിലെടുക്കാം. അതുകൊണ്ട് ഒന്ന് ബാക്ക് സൈഡാണ്, അത് പ്രത്യേകിച്ച് കാണാൻ കഴിയില്ല. പിന്നൊന്നുള്ളത് അത് ഈ നെറ്റാണ് 12-ൻ്റെ. ഈ 2 നെറ്റ് അഴിച്ചു കഴിഞ്ഞാൽ പമ്പ് നമുക്ക് അഴിച്ച് പുറത്തെടുക്കാൻ പറ്റും. എന്തായാലും പമ്പ് ഇനിയിപ്പോൾ അഴിച്ച് പുറത്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പൈപ്പ് പിടിക്കുന്നത് നമ്മൾ ഡീസൽ ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഇന്നുണ്ടല്ലോ, ഇതിൻ്റെ ഡീസൽ ഫിൽറ്ററിൻ്റെ ആ ഔട്ട് കണക്ഷൻ നേരെ വരുന്നത് നേരെ ഇവിടേക്കാണ്, ഈ പൈപ്പിലേക്കാണ്. അത് പിടിയിക്കണം. അതുപോലെ തന്നെ റെയിലിലേക്ക് പോകുന്ന കണക്ഷൻ ഇവിടെ നിന്ന് നമുക്ക് റെയിലിലേക്ക് ഇതുണ്ടോ, ഇതിവിടേക്ക് വരും കണക്ഷൻ. ആ ഒരു പൈപ്പും കൂടെ പിടിച്ചാൽ മതി. അത് മെറ്റൽ പൈപ്പാണ്. ഇത് റബ്ബറിൻ്റെ പൈപ്പ് നമ്മൾ ക്ലിപ്പിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ആ 2 പൈപ്പും പിടിക്കണം. അത് പിടിച്ചാലേ നമുക്ക് പമ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പമ്പ് അഴിച്ചിട്ടുണ്ട്. പമ്പിൻ്റെ കൂടെ നമുക്ക് ഒരു ഓയിൽ സ്റ്റിക്ക് വരുന്നുണ്ട്, നമ്മൾ ഓയിൽ ഗേജ്, അതും കൂടെ അഴിച്ചെടുക്കണം. അതിന് അഴിക്കാനായിട്ട് ഇവിടെ ഒരു 10-ൻ്റെ ഒരു ബോൾട്ട് വരുന്നുണ്ട് ഈ ഭാഗത്ത്.
ഈ 10-ൻ്റെ ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് പൊക്കി കഴിഞ്ഞാൽ വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പിൻ്റെ ബാക്കിലെ പ്രഷർ പൈപ്പ് വന്നിട്ട് മെറ്റൽ പൈപ്പ് ഈ ഓയിൽ സ്റ്റിക്കിൽ അടിക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്തെടുത്ത് വെളിയിലെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു 10-ൻ്റെ ബോൾട്ട് അഴിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിക്ക് അഴിച്ച് പുറത്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ പമ്പ് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പമ്പ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ നേരത്തെ നമ്മൾ ഈ സ്വിച്ച് അഴിക്കാൻ നോക്കിയതാണ്. മിക്കവാറും ഈ സ്വിച്ച് കംപ്ലൈൻറ്റ് വരുള്ളൂ ഇതിനകത്ത്. ഈ സ്വിച്ചിൻ്റെ നേരത്തെ അഴിച്ചതാണോ ഇനി എന്താണെന്നുള്ള അറിയില്ല. ഈ അലങ്കി കംപ്ലൈൻ്റ് ആണ്, ഡാമേജാണ്, അഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ ഇവർ വെട്ടി അഴിച്ചിരിക്കുകയാണ് അഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്വിച്ച് ഒന്ന് അഴിച്ചിട്ട് എന്താ കംപ്ലൈൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ സ്വിച്ച് കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് വരുള്ളൂ. പമ്പൊന്നും ടൊയോട്ടയുടെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് 100-ൽ 90% വരില്ല. അപ്പോൾ എന്തായാലും ഇത് നോക്കാം, നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. പമ്പ് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ യൂസർ പമ്പാണ് മേടിച്ചിരിക്കുന്നത്. ഇടിച്ച വണ്ടിയുടെ യൂസർ പമ്പാണ് ഇപ്പോൾ അത് മേടിച്ച്. നമുക്കിപ്പോൾ ഈ പമ്പൊന്ന് സെറ്റ് ചെയ്ത് ഇതിൽ പ്രഷറും കാര്യങ്ങളും സ്വിച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പ്രഷറും ഇതിനകത്തുണ്ട്. നേരത്തെ പമ്പ് പ്രഷർ ഔട്ടാണ്. പിന്നെ റിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എമൗണ്ട് ആവും അതിനകത്ത്. അതുപോലെ ഒറിജിനൽ വരുന്നത് ടൊയോട്ടയുടെ വരുന്നത് ഏകദേശം ഒരു 1 lakh അടുത്ത് വരുന്നുണ്ട് പമ്പിന്. അപ്പോൾ നമ്മൾ യൂസർ മേടിച്ചു മാർക്കറ്റിൽ നിന്ന്. നമുക്ക് ഇതൊന്ന് കയറ്റി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ പമ്പ് അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പമ്പ് കയറ്റാൻ ഇത്തിരി ടാസ്ക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വരുന്ന സ്റ്റഡി നമുക്ക് പുറമേ കാണാത്തത് കൊണ്ട് അത് കറക്റ്റ് അലൈനാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം കയറ്റാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ കയറ്റിയിട്ടുണ്ട്. എല്ലാ ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളെല്ലാം ഇട്ട് ടെൻഷൻ ചെയ്ത ലെഗ് എല്ലാം ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ആ സെൻട്രൽ ബോൾട്ടും ആ ചുറ്റുമുള്ള 12-ൻ്റെ 4 ബോൾട്ടും ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്ത പക്ഷം ഇപ്പം നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുള്ളി ക്രാങ്കും കൂടെ തിരിയും. അപ്പോൾ ടൈമിംഗ് ഇട്ടതിന് ശേഷം ടൈമിംഗ് എല്ലാം കറക്റ്റാക്കി ടൈം ബെൽറ്റെല്ലാം ടൈമിങ്ങിൻ്റെ ഫിനിഷ് ചെയ്തതിന് ശേഷം ആ ബോൾട്ടും ആ സെൻട്രൽ ബോൾട്ടും അതുപോലെ തന്നെ ആ ചുറ്റുള്ള 12-ൻ്റെ ബോൾട്ടും ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്കത് കറക്റ്റ് ടൈറ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ടൈമിംഗ് ബെൽറ്റിൻ്റെ ടെൻഷൻ ചെയ്യാനായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്നും പ്രസ് ചെയ്താൽ അത് പ്രസ്സാവില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വൈസിൽ കൊണ്ടുപോയിട്ട് പ്രസ് ചെയ്ത് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ടൈമിംഗ് ബെൽറ്റ് മാറുമ്പോഴേ ഇതൊന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ്രോളിക് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് വൈസിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കുഞ്ഞല്ലെങ്കിൽ ഇതിനകത്ത് കയറ്റി കൊടുത്താൽ മതി. വൈസിൽ വെച്ച് പ്രസ് ചെയ്താൽ കറക്റ്റ് ആക്കാം. വൈസിൽ അതുപോലെ വിട്ടിട്ട് വേണം പ്രസ് ചെയ്യാനായിട്ട്. ഒറ്റ അടിക്ക് അങ്ങനെ പ്രസ് ചെയ്താലും നല്ല ടെൻഷൻ ഉണ്ടാവും. പയ്യെ തിരിച്ച് ടൈറ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ക്ലിപ്പായാലും ശരി എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലോക്കായി നിന്നോളൂ. എന്നിട്ട് ഈ സാധനം ആദ്യം കയറ്റിയതിന് ശേഷം ടൈമിംഗ് ബെൽറ്റ് കയറ്റുക. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കയറ്റാനായിട്ട്. ആദ്യം തന്നെ ടെൻഷനർ കയറ്റിയതിന് ശേഷം പിന്നെ ടൈമിംഗ് ബെൽറ്റ് കയറ്റുക. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ആ സ്റ്റാർട്ടിങ് ഡിലേ കംപ്ലീറ്റും സോൾവ് ആയിട്ടുണ്ട്. ഇപ്പം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പമ്പിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ടൈമിംഗ് ബെൽറ്റ് ഇട്ട് ടെൻഷനറെല്ലാം റിലീസ് ചെയ്ത് പക്ക വെച്ചതിന് ശേഷം മാത്രം പമ്പിൻ്റെ ടൈമിംഗ് ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ 12 ചുറ്റിലുള്ള 12-ൻ്റെ ബോൾട്ട് മറക്കാതെ പുള്ളിയുടെ ബോൾട്ട് മറക്കാതെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.